ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രീ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കമ്മിറ്റീസും കമ്മീഷൻസും പിന്നെ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോട്ടോ, പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോവാണ്. പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലുള്ള കമ്മിറ്റീസിൽ പെട്ടിട്ടുള്ളതാണ് ലോർഡ് വിൻഡോസ് മിനിറ്റ് 1811 വന്നിട്ടുള്ളത്. ഇൻഡിജിനിയസ് ലേണിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സംസ്കൃതം മെയിൻ ആയിട്ട് സംസ്കൃതം ലേണിംഗിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ രാജാറാം മോഹൻ റോയ് മെമ്മറാണ്ടം 1823 വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആക്ക, ലൈക്ക് വെസ്റ്റേൺ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരുന്നു. പിന്നെ മക്ലൈറ്റ് മിനിറ്റ് 1835 വന്നിട്ടുള്ളത്. ഇതും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്കുക എന്നുള്ളതിന്റെ ബേസിൽ തന്നെ വന്നിട്ടുള്ളതാണ്. പിന്നെ വുഡ്സ് ഡിസ്പാച്ച് 1854 മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് ആണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവൂലേ എന്താണ് അതിന്റെ ഉദ്ദേശം എന്നുള്ളത്. പിന്നെ 1857 ഉണ്ടായിട്ടുള്ള 3 യൂണിവേഴ്സിറ്റീസ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് വുഡ്സ് ഡിസ്പാച്ചിലൂടെയാണ് കേട്ടോ. ഇനി ഹണ്ടർ കമ്മീഷൻ പ്രീവിയസ് സ്ലൈഡ്സ് ഒന്ന് കാണിക്കോ? ഏത് ഈ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് മുതൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിക്കൂ. ഓക്കെ ഓക്കെ, സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു വെക്കണം കേട്ടോ. മെറ്റീരിയൽ അവൈലബിൾ ആക്കും ഒരു 2.5 വീക്സിന്റെ ഉള്ളിൽ കേട്ടോ. ഓക്കെ, അപ്പോ ഹണ്ടർ കമ്മീഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേരും കൂടി ഉണ്ട്. പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. പിന്നെ വുഡ്സ് ഡിസ്പാച്ച് ഉണ്ടല്ലോ മുന്നേ വന്നിട്ടുള്ള, അതിന്റെ ഇംപ്ലിമെന്റേഷൻ റിവ്യൂ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈമറി, സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷനിലൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ 1902 വന്നിട്ടുള്ളത്. റെലി കമ്മീഷൻ എന്നും പേരുണ്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് 1904 ഉണ്ടാവുന്നത്. അടുത്തത് പി എൻ സപ്രൂ കമ്മിറ്റി 1934 വരുന്നത്. അൺഎംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ട് അതിൽ എഡ്യൂക്കേഷനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് 1945 വന്നിട്ടുള്ളത്. ഹയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇനി നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്ക് പോവാം. ഫസ്റ്റത്തേതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ 1948-49 പീരീഡിലാണ് വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, പിന്നെ 3 ഇയർ ഡിഗ്രി UGC ഫോം ചെയ്യുക, അതൊക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. പിന്നെ മോറൽ ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷനും പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് മുതലിയ കമ്മീഷൻ 1952-53 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നു. പേര് പോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഡോക്ടർ KL ശ്രീമാലി ആണ് ഇതിന്റെ ചെയർമാൻ ആയിരുന്നത്. 1954-55 പീരീഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. റൂറൽ ഏരിയയിലുള്ള എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് ദുർഗാബായ് കമ്മിറ്റി 1958-59 വന്നിട്ടുള്ളതാണ്. നാഷണൽ കമ്മിറ്റി ഓൺ വിമൻസ് എഡ്യൂക്കേഷൻ എന്നും പേരുണ്ട്. ഓക്കെ, ഇതിലൂടെയാണ് നാഷണൽ കൗൺസിൽ ഫോർ വിമൻ എഡ്യൂക്കേഷൻ പിന്നീട് വാല്യൂസ് ആണ് 1959 വന്നിട്ടുള്ളത്. പിന്നെ ഡോക്ടർ സമ്പൂർണാനന്ദ് കമ്മിറ്റി 1961 വന്നിട്ടുള്ളത്. ഇമോഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി ആയിരുന്നു മെയിൻ ഫോക്കസ്. അടുത്തത് ഹൻസ മെഹ്ത കമ്മിറ്റി 1962 വന്നു. ആണോ? ഒരു മിനിറ്റ് കേട്ടോ.
ഇപ്പോ സൗണ്ട് കേൾക്കണില്ല? ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹൻസ മെഹ്ത കമ്മിറ്റി ഗേൾസും ബോയ്സിനെയും ഡിഫറെന്റ് ആയിട്ടുള്ള കരിക്കുലം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ് 1962 വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കോത്താരി കമ്മീഷൻ 1964 എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള പേരുണ്ട്. എല്ലാ എഡ്യൂക്കേഷൻ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്നതാണ്. 10+2+3 സിസ്റ്റം ഒക്കെ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് കോത്താരി കമ്മീഷൻ ആണ്. പിന്നെ അടുത്തതാണ് UGC കമ്മിറ്റി ഓൺ സ്റ്റുഡൻസ് വെൽഫെയർ ആൻഡ് അലൈഡ് മാറ്റേഴ്സ് 65 to 68 ടൈമിലാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ ടി സെൻ ആയിരുന്നു ഇതിന്റെ ചെയർമാന്. വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് കമ്മിറ്റി ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1974 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഹെഡ് ജി പാർത്ഥസാരഥി ആയിരുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഇഗ്നൗ ഫോം ചെയ്യുന്നത്. അടുത്തതാണ് ചാട്ടോപാധ്യായ കമ്മിറ്റി 1983-85 പീരീഡിലാണ് ഈ കമ്മിറ്റിനെ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് എന്നും പറയും. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നമ്മള് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ടൊന്ന് പറഞ്ഞു പോവാണ്. അടുത്തത് ജ്ഞാനം കമ്മിറ്റി 1993 വന്നിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, അതായത് UGCനെ റീസ്ട്രക്ചർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യശ്പാൽ കമ്മിറ്റി 1 1993 വന്നു. നാഷണൽ അഡ്വൈസറി കമ്മിറ്റി NAC എന്നും അറിയപ്പെടുന്നത്. ഇത് റിപ്പോർട്ടിന്റെ പേര് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്നായിരുന്നു. പിന്നെ 2000 വന്നിട്ടുള്ളതാണ് ബിർള അംബാനി റിപ്പോർട്ട്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് യശ്പാൽ കമ്മിറ്റി സെക്കൻഡ് 2008-2009 ടൈമിലാണ്. ഇത് റിനോവേഷൻ ആൻഡ് റെജുവിനേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. റിപ്പോർട്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളതായിരുന്നു റിപ്പോർട്ടിന്റെ ഹെഡിങ്. പിന്നെ സാംപിട്രോഡ കമ്മിറ്റി 2005 നാഷണൽ നോളജ് കമ്മീഷൻ എന്നും പേരുണ്ട്. പിന്നെ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഓൺ ടീച്ചർ എഡ്യൂക്കേഷൻ 2012 വന്നിട്ടുള്ളത്. ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. KB പവാർ കമ്മിറ്റി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. സഹു കമ്മിറ്റി കമ്മിറ്റി ഓൺ ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മള് 21st ക്വസ്റ്റ്യൻ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 22nd question നോക്കാം. Which of the following commissions under the chairman's report in 1955 regarding problems in higher education in rural parts of India? ഇന്ത്യയിലെ റൂറൽ ഏരിയാസ് റിലേറ്റഡ് ആയിട്ട് KL ശ്രീമാലി 1955 KL ശ്രീമാലി ആയിരുന്നു ആ ഒരു കമ്മീഷന്റെ ചെയർമാൻഷിപ്പ്. അത് ഏത് കമ്മീഷൻ ആയിരുന്നു എന്നാണ് ചോദ്യം. എല്ലാരും ആൻസർ ചെയ്യട്ടോ. PPT ഷെയർ ചെയ്യൂട്ടോ. ചിലപ്പോ ഒരു 2 weeks എടുക്കും കേട്ടോ. ചിലപ്പോ ചെറിയൊരു കാര്യം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അത്ര ടൈം എടുക്കണേ. എന്താണ് എന്നുള്ളത് പിന്നീട് പറയും. എന്തായാലും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ഇല്ല ഇതുവരെ ഏത് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോ B ആണ് എല്ലാരും ആൻസർ പറഞ്ഞിട്ടുള്ളത്. B ആണല്ലേ കറക്റ്റ്. റൂറൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഡോക്ടർ KL ശ്രീമാലിന്റെ ചെയർമാൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത് 1955. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനാണ്. ഓർഡറിലാക്കി വെക്കൂ. യശ്പാൽ കമ്മിറ്റി ഉണ്ട്. യശ്പാൽ കമ്മിറ്റി ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല ഏതാണ്
ഏത് യശ്പാൽ കമ്മിറ്റി ആണെന്നുള്ളത്. ബാക്കിയൊക്കെ നോക്കുക, അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ദുർഗാബായ് ദേശ്മുഖ് നാഷണൽ കമ്മിറ്റി ഓൺ വിമൻസ് എഡ്യൂക്കേഷൻ, ബിർള അംബാനി റിപ്പോർട്ട്, ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി, ഹൻസ മെഹ്ത കമ്മിറ്റി. ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിനെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല, അത് NEP റിലേറ്റഡ് ആണ് കേട്ടോ. നമ്മൾ NEPന്റെ ഭാഗത്ത് പറയും. ബാക്കിയുള്ളതൊക്കെ പഠിച്ചതാണല്ലോ, അത് വെച്ചിട്ടൊന്ന് ഓർഡർ ആക്കി വെക്കൂ. ദുർഗാബായ് ദേശ്മുഖ്, ബിർള അംബാനി, ഹൻസ മെഹ്ത കമ്മിറ്റി. എന്റെ സൗണ്ട് ഇപ്പൊ ഓക്കെ ആണോ? എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന്. രണ്ട് കണക്ഷനും എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലേ? ഓക്കെ, നേരത്തെ കേക്കാഞ്ഞതല്ല കേട്ടോ, ഞാന് ലെഫ്റ്റ് ആയിട്ട് പോയതാണ്. ഓക്കെ, അപ്പോ എല്ലാരും എന്താണ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? B ആണ് അല്ലേ? നമുക്ക് നോക്കാം. B എന്നാണ് അല്ലേ കറക്റ്റ്. ഇനി ഇയർ പറയൂ. ജനാർദ്ദൻ റെഡ്ഡി പറയണ്ട, ബാക്കിയുള്ള എന്റെ ഇയേഴ്സ് ഒക്കെ ഒന്ന് പറയൂ. ആരാണ് എല്ലാം ഒരുമിച്ച് ഫസ്റ്റ് പറയണേ നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ അശ്വിൻ അല്ലേനോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്രാവശ്യം ആർക്കാണ് ഫസ്റ്റ് കിട്ടാൻ നോക്കാം. യശ്പാൽ കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റി ഇവിടെ കുറച്ച് ഫസ്റ്റ് യശ്പാൽ കമ്മിറ്റി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റി 1993 ആണ്. ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റിയോ ഏതേനു ഇയർ? യെസ്, 1958 ആണ്. പിന്നെ ബിർള അംബാനി റിപ്പോർട്ട് സുഖമുള്ള ഇയർ ആണല്ലോ. യെസ്, 2000 ആണ്. ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി 1992 ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഇനി NEP പറയുമ്പോ പറയും. പിന്നെ ഹൻസ മെഹ്ത കമ്മിറ്റി അതേതേനു ഇയർ? യെസ്, 1962 ആണ്. അപ്പൊ ഓർഡർ എന്താണ്? ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി 1958, പിന്നെ ഹൻസ മെഹ്ത 1962, പിന്നെ 1992 ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി, പിന്നെ യശ്പാൽ കമ്മിറ്റി 1993, പിന്നെ ലാസ്റ്റ് 2000 ബിർള അംബാനി റിപ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ഏതിന്റെ പേരാണ്? 1964 ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. നമുക്ക് കണക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? കോത്താരി കമ്മീഷൻ ആണ്. അതിന്റെ ഒബ്സർവേഷൻ ആയിട്ട് പറയുന്നത് ഇതിൽ ഏതാണ്? നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പിരമിഡ് ടൈപ്പ് ഓർഗനൈസേഷൻ ഫ്ലാറ്റ് ടൈപ്പ് ആക്കുക. പിന്നെ ബിയിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഗ്ലോബൽ ലെവൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതാക്കുക. പിന്നെ സിയിൽ പറയുന്നത് എന്താണ്? ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യൻ സ്റ്റുഡൻസിൽ ഹെവി ആയിട്ട് ഫണ്ട് ചെയ്യുക. ഡിയിൽ പറയുന്നത് എല്ലാ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിനും ജോബ് ഇന്ത്യയിൽ ഗ്യാരണ്ടി ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എല്ലാരും എ ആണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, എ എന്നാണ് അല്ലേ? നമ്മൾ കോത്താരി കമ്മീഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. പിരമിഡ് അല്ലെങ്കിൽ ഹൈറാർക്കി ലെവലിലുള്ള എന്താ പറയാ ഓർഗനൈസേഷൻ സെറ്റപ്പിന് ഫ്ലാറ്റ് ആയിട്ട് എല്ലാവർക്കും ഏറെക്കുറെ ഒരേപോലെ ഉള്ള ഒരു പൊസിഷൻ വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാക്കുക എന്നുള്ളത്. ഇനി അഗെയിൻ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, ആചാര്യ രാമമൂർത്തി കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി. യശ്പാൽ കമ്മിറ്റി ഫസ്റ്റ് ആണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ ആണ്. പിന്നെ കമ്മിറ്റി ഓൺ ഡിഫറൻഷിയേഷൻ ഓഫ് കരിക്കുല ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്, അത് ഏത് കമ്മിറ്റി ആണ് നോക്കുക. പിന്നെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, നമ്മൾ ഒഫീഷ്യലി 100 കമ്മീഷൻ ആണ് കേട്ടോ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ള നിലക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കാരണം ഇയർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, ഇതില് ഡിഫറൻസ് ഉണ്ടല്ലോ. എ ഉണ്ട്, ഡി ഉണ്ട്. മെജോറിറ്റി ഡി ആണ്. എയും ഉണ്ട്. സോറി, ക്വസ്റ്റ്യൻ മറന്നു പോയോ? ഇയറുകളൊക്കെ എ ഉണ്ട്, ബി ഉണ്ട്. ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയും നമ്മൾ NEP-യിൽ പറയുന്നതാണ് കേട്ടോ. കഴിഞ്ഞ ആൻസറുകള് കുറവാണല്ലോ. ക്രോണോളജി ആയിട്ടാണോ? ഇവിടെ NEP-യും സ്പെസിഫൈ ചെയ്തിട്ട് പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണെന്നുള്ളത് നമ്മൾ ബാക്കി വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഇയേഴ്സ് ഒക്കെ മറന്നോ? മറക്കാൻ പാടുണ്ടോ? മറന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറവി സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കുറെ ഇയേഴ്സ് പഠിക്കാനുള്ളതുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യുമ്പോൾ സെറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി ആണ് കേട്ടോ ആൻസർ. കമ്മിറ്റി ഫസ്റ്റ് വരുന്നത് കമ്മിറ്റി ഓൺ ഡിഫറൻഷിയേഷൻ ഓഫ് കരിക്കുല ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ആണ്. അത് ഏത് കമ്മിറ്റിയാണ്? ഏത് കമ്മിറ്റി ആൻഡ് ഏത് ഇയർ ആയിരുന്നു എന്ന് പറയൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഉള്ള കമ്മിറ്റി തന്നെയാണ്.
ഹസ്നെ. യെസ്, അൻസ മെഹ്ത കമ്മിറ്റി 1962 കേട്ടോ, മാറിപ്പോവരുത്. അതാണ് കേട്ടോ കമ്മിറ്റി ഓൺ ഡിഫറൻഷിയേഷൻ ഓഫ് കരിക്കുല ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. പിന്നെ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചാട്ടോപാധ്യായ കമ്മിറ്റിയാണ്. ചാട്ടോപാധ്യായ കമ്മിറ്റിന്റെ ഇയർ ഏതാണ്? യെസ്, 83, 85 ആണ്. പിന്നെ ഈ ആണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇവിടെ 86 നാഷണൽ പോളിസി NEP ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ബി ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. പിന്നെ യശ്പാൽ കമ്മിറ്റി 1993. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷനെ എന്താക്കണം, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റണം എന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏത് കമ്മിറ്റി ആയിരുന്നു? ഓർമ്മ ഉണ്ടോ നോക്കാം നമുക്ക്. ഇത് നമ്മൾ എല്ലാ പോയിന്റ്സും വായിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് നോക്കാം. വാവ്, എല്ലാവർക്കും ഒരേ ഉത്തരാണല്ലോ. ഓക്കെ, ഇടയ്ക്ക് D ഉണ്ട്, നോക്കിയാലോ. ബി ആണ് കേട്ടോ ആൻസർ. PN സപ്രൂ കമ്മിറ്റിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹയർ എഡ്യൂക്കേഷനെ എന്താക്കണം, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ളത്. മാറ്റിയിട്ടുണ്ട് കേട്ടോ, കൺകറന്റ് ലിസ്റ്റിലാണ് ഇപ്പോ ഉള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. UGC കമ്മിറ്റി ഓൺ വെൽഫെയർ ആൻഡ് അലൈഡ് മാറ്റേഴ്സ് 1965 അതിന്റെ ഹെഡ് ആരായിരുന്നു? CD ദേശ്മുഖ്, NA നിഗം, T സെൻ, DC പവൻ. ഇതും സിമ്പിൾ ആണല്ലോ, നമുക്ക് പഠിച്ച കാര്യമാണ്. C ഉണ്ട്, D ഉണ്ട്. ഓക്കെ, B ഉണ്ട്. ലിങ്കിൽ കേറാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഗ്രൂപ്പിൽ ആരൊക്കെ പറയുന്നു? ആണോ, ലിങ്ക് കട്ടായി പോവുണ്ടോ? ഇല്ല. ഓക്കെ, ഗ്രൂപ്പിൽ അങ്ങനെ പറഞ്ഞു. ആവണില്ല. ഞാനും കട്ടായി പോവുണ്ട് ഇടക്ക്. അപ്പൊ എന്റെ കുഴപ്പല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. എന്താണ്? T സെൻ ആയിരുന്നു അല്ലെ? T സെൻ, ത്രിഗുണ സെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, UGC കമ്മിറ്റി ഓൺ വെൽഫെയർ ആൻഡ് അലൈഡ് മാറ്റേഴ്സിന്റെ ചെയർമാൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസിൽ December 24 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുള്ളതല്ലാത്ത കുറച്ചധികം കമ്മിറ്റീസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേമിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറെ പുതിയ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് നമ്മൾ കവർ ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏരിയക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ
പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു 5 ഇയർ പ്ലാൻസ്. കാരണം ജൂൺ 25 5 ഇയർ പ്ലാൻസിന് ഒറ്റ ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല. പിന്നെ 5 ഇയർ പ്ലാൻസ് എല്ലാ എക്സാമിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയും അല്ല. എന്നാൽ നമുക്ക് ഒഴിവാക്കാനും പറ്റൂല, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. റെയർ ആയിട്ടാണ് പൊതുവെ വരാറുള്ളത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് ഈ ഫുൾ 5 ഇയർ പ്ലാൻസിന് കവർ ചെയ്യുന്നത്. ഓക്കെ, ഓരോ 5 ഇയർ പ്ലാൻസും അത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാക്കാന്റെ അവിടെ ഉണ്ടായില്ല, അല്ലാതെ ഇവിടത്തെ വരില്ലട്ടായി. അത് ശ്രദ്ധിച്ചോണ്ടി. അവിടെ നിങ്ങളെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫോം കിട്ടും, അത് ഉറപ്പാണ്. എല്ലാരും SIRന്റെ ഡിസ്കഷനിലാന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് പക്ഷേ ക്ലാസ് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 5 ഇയർ പ്ലാൻസ് നോക്കട്ടോ. ടോട്ടലി 12 5 ഇയർ പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതില് അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ചെറിയ ഗ്യാപ്പുള്ള ടൈം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മള് 5 ഇയർ പ്ലാൻസ് മാത്രമാണ് കേട്ടോ ഇപ്പൊ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് 5 ഇയർ പ്ലാന് 1951 to 1956 ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷന് സൗണ്ട് ബ്രേക്ക് ആവുണ്ടോ? ഇല്ല ഇല്ല, ക്ലിയർ ആണ്. ഇല്ല, ഉണ്ട്. വാട്ട് ഈസ് ദിസ്? എടുക്കണ്ടല്ലേ? എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ല ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ക്ലിയർ ആണല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ 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 സ്പീഡ് ആക്കാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് 5 ഇയർ പ്ലാന് 1951 to 56 ആണ്. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എലിമെന്ററി എഡ്യൂക്കേഷന്റെ എക്സ്പാൻഷനും അതേപോലെ IITs UGC IITs ഫോം ചെയ്യുക, പിന്നെ UGC എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു. എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ പ്രൈമറി ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആണ്. പ്രൈമറിയിൽ ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും കൂടി എന്താ പറയാ കമ്പൈൻ ചെയ്തിട്ടുള്ള ാണ് നമ്മൾ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയട്ടോ. 5 ഇയർ പ്ലാനിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ ആണല്ലോ പഠിക്കണത്. അപ്പം പൊതുവെ അങ്ങനെയാണ് കേട്ടോ, എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. മഴ ഒന്നുമില്ല ഇവിടെ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. സെക്കൻഡ് 5 ഇയർ പ്ലാന് 1956 to 61 ആയിരുന്നു അതിന്റെ പീരീഡ്. അതിൽ ബേസിക് എഡ്യൂക്കേഷൻ എല്ലായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ്. മാത്രമല്ല എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മുടെ ഇന്ത്യന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അതേപോലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അതൊക്കെ എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക, അതിലൂടെ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ 5 ഇയർ പ്ലാന് 1961 to 66 ആയിരുന്നു പീരീഡ്. ഇവിടെ നമ്മുടെ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ട് എഡ്യൂക്കേഷനെ കണ്ടു. അതേപോലെ ട്രെയിൻഡ് മാൻ പവർ ഉണ്ടാവണം നമ്മളെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിനെക്കാട്ടും കുറച്ചും കൂടി ഫെസിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി തേർഡ് 5 ഇയർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഫോർത്ത് 5 ഇയർ പ്ലാനിൽ 1969 to 1974 ആണ് പീരിയഡ്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആവുക. പിന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ, പൊതുവെ എഡ്യൂക്കേഷൻ കിട്ടാൻ സാധ്യത കുറവുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ, ഇവർക്ക് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് 5 ഇയർ പ്ലാന് 1974 to 79 ആണ്. ഇതിൽ യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ, എല്ലാവരും പ്രൈമറി അല്ലെങ്കിൽ എലിമെന്ററി എഡ്യൂക്കേഷൻ നേടാൻ എല്ലാവർക്കും പറ്റുക എന്നുള്ള ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മള് ലൈക്ക് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും കമ്മ്യൂണിറ്റീസും ഒക്കെ ഉണ്ടാവല്ലോ, അവർക്ക് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. അത് എഡ്യൂക്കേഷനുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുക. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ പറയല്ലോ, അതായത്
വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒരു സ്കൂൾ സെറ്റപ്പിലോ ഒരു ട്രഡീഷണൽ സെറ്റപ്പിലോ ആയിരിക്കൂല ഉണ്ടാവുന്നത്, ഔട്ട് ഓഫ് സ്കൂൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇൻഫോർമലിന്റെ പോലെ എന്തായിരിക്കൂല, ഈ അൺസ്ട്രക്ചേർഡ് ആയിരിക്കൂല, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് ആയിരിക്കും. നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ അതിന്റെ കൂട്ടത്തിൽ പെടുത്താം. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന് ഡിഫറൻസ് ഉണ്ട്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫ് ലോങ് ഉള്ള ഒരു ലേണിംഗ് ആണ്. നമ്മളെ ലൈഫിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പാഠങ്ങൾ ഉണ്ടാവില്ല, അതിന് അത് തീരെ സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു നമ്മളെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അതിന് നമ്മളൊരു കാര്യം പഠിക്കും, അങ്ങനെ ഉള്ളതിനാണ് നമ്മൾ പൊതുവെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഇവിടെ നോൺ ഫോർമൽ എഡ്യൂക്കേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് 5th 5 year പ്ലാനില്. പിന്നെ 6th 5 year പ്ലാനില് പ്ലാന്റ് ഇയർ 1980 to 1985 ആണ്. ഇതിൽ സോഷ്യലി താഴേക്കിടയിലുള്ള അടിച്ചമർത്തപ്പെട്ട സെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്താ പറയാ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ രീതിക്കുള്ള സർവീസസുകളൊക്കെ കൊടുക്കുക. പിന്നെ 7th 5 year പ്ലാന് 1985 to 1990 ആണ്. ഇതിൽ പ്രൈമറി എഡ്യൂക്കേഷനെ യൂണിവേഴ്സലൈസേഷൻ ചെയ്യുക, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും പ്രൈമറി എഡ്യൂക്കേഷൻ ഉള്ളവരാവുക എന്നുള്ളത്. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഒരു LP ഒരു ലെവൽ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ സെക്കൻഡറി ലെവലിൽ തന്നെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 8th 5 year പ്ലാന് 1992 to 1997 ആയിരുന്നു. ഇവിടെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. അതേപോലെ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് DPEP ഇവ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എലിമെന്ററി എഡ്യൂക്കേഷന്റെ യൂണിവേഴ്സലൈസേഷന്റെ ഭാഗമായിട്ട്. ഇനി 9th 5 year പ്ലാൻ 1997 to 2002 ആണ്. എഡ്യൂക്കേഷൻ ഫോർ ഓൾ EFA എന്നുള്ള ഒരു സ്കീം പറയുന്നുണ്ട്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുക, പ്രത്യേകിച്ച് ഗേൾസിന് ഒന്നുകൂടി ഫോക്കസ് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ SC ST ഇങ്ങനത്തെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഇവിടെ നിന്നുള്ള കുട്ടികൾക്കും എഡ്യൂക്കേഷൻ അവൈലബിൾ ആക്കുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഇനി 10th 5 year പ്ലാൻ 2002 to 2007 ആയിരുന്നു. ഇതില് SSAയിലൂടെ യൂണിവേഴ്സൽ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്താക്കാം ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത്. SSA എന്ന് പറഞ്ഞാല് എന്താണെന്ന് അറിയാലല്ലേ, നമ്മള് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മ ഉണ്ടല്ലോ അല്ലെ, പെൻസിൽമേ 2 കുട്ടികളൊക്കെ ഇരിക്കണേ. സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ. അതെ. ഓക്കെ. പിന്നെ ക്വാളിറ്റി ഇക്വിറ്റി ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, നമ്മളെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഇമ്പോർട്ടൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് 11th 2007 to 2012 ആണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. പിന്നെ അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അതും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. SSA പ്രൈമറി അല്ലെങ്കിൽ എലിമെന്ററി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് RMSA എന്നുള്ളത്. പിന്നെ 12th 2012 to 2017 ആണ്. ഇതാണ് ലാസ്റ്റ് 5 year പ്ലാന് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ അതിന് 2015 നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും 12th 5 year പ്ലാനോട് കൂടിയിട്ട് അവസാനിക്കാണ് കേട്ടോ. പിന്നീട് നീതി ആയോഗ് ആയിട്ട് മാറിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിൽ 5 year പ്ലാൻസ് ഇല്ലാത്തത്. പിന്നെ 12th 5 year പ്ലാനിലെ ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്തിലായിരുന്നു ഫോക്കസ്. പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ലെവൽസ് ലൈക്ക് പ്രൈമറി സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ, ഇതിലെ എല്ലാ ലെവൽസിലും എല്ലാവർക്കും, അതിപ്പോ റീജിയണൽ ആയിട്ടോ മറ്റ് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള ഗ്യാപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 5 year പ്ലാൻസ് എന്നുള്ള ഈ ഒരു ടേമില് ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ 5 year പ്ലാനിന്. അപ്പൊ നമ്മൾ ജസ്റ്റ് എല്ലാ 5 year പ്ലാനും ഒന്ന് കവർ ചെയ്തതാണ്. ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് കിട്ടണല്ലോ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 10th 5 year പ്ലാൻ റെക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ്
പിന്നെ SSK ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ആണ് കേട്ടോ. SSAനെ 2018 SSAനെ അല്ല 2018 ഇന്ത്യൻ ഗവൺമെന്റ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്നുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് കേട്ടോ SSK എന്ന് പറയുന്നത്. ഇതിന്റെ കീഴിലാണ് ഇതിന്റെ മുന്നേ ഇപ്പൊ SSAയും പിന്നെ നമ്മൾ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ പറഞ്ഞല്ലോ, സെക്കൻഡറി എഡ്യൂക്കേഷൻ പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ, ഇതിന് മൂന്നിനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സമഗ്ര ശിക്ഷ അഭിയാൻ SSK എന്നുള്ളത്. 2018 SSKന്റെ എക്സ്പാൻഷൻ ആണ് സമഗ്ര ശിക്ഷ അഭിയാൻ. അതിന്റെ എക്സ്പാൻഷൻ അങ്ങനെയാണ്, അത് വേർഡ് ബൈ വേർഡ് അല്ല. അങ്ങനെ ആകുമ്പോൾ അതും SSA ആണല്ലോ വരിക. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അല്ലെ. 10th 5-year പ്ലാന് ഇൻഫർമേഷൻ ടെക്നോളജി ഇമ്പോർട്ടൻസ് ആയിരുന്നു റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ നെക്സ്റ്റ് ഏരിയക്ക് പോവല്ലേ. ഹലോ മാം, അതിന്റെ എക്സ്പാൻഷൻ ശിക്ഷാ സമിതി കേന്ദ്ര എന്ന് കാണിക്കുന്നുണ്ട്, അതെന്താ? അങ്ങനെ വേറെ പേരുണ്ടോ? അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ട്, നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഉണ്ടോ കേട്ടോ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് NEPക്ക് പോവാം. NEPയില് പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം. സമഗ്ര ശിക്ഷ എന്നല്ലേ ഉള്ളൂ, അഭിയാൻ ഉണ്ടോ? ശിക്ഷാ അഭിയാൻ ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. എന്ത്? അത് ആദ്യം അതിന്റെ പേര് SSK എന്നായിരുന്നു, ശിക്ഷാ സമൃദ്ധി കേന്ദ്ര. അത് 1980 പിന്നെ അത് ട്രാൻസിഷൻ ആയിട്ടാണ് സർവശിക്ഷാ അഭിയാൻ വന്നത്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അത് ലേറ്റസ്റ്റ് ആയിട്ടോ കുറച്ച് വർഷങ്ങളായിട്ടോ എന്താ അറിയില്ല, അത് മിക്സ് ആയിട്ട് ഇന്റർഗ്രേറ്റ് ആയിട്ട് ഇതേപോലെ പറഞ്ഞ പോലെ പേര് സെയിം തന്നെ, പക്ഷെ അതിന്റെ SK എന്നായിട്ടുണ്ട്. ഓക്കെ, അത് ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് NEPക്ക് പോവാം. NEP നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവട്ടോ, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കാരണം NEPയില് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പുതിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് NEP 1968 കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് NEP ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നാഷണൽ ഇന്റഗ്രേഷനും അതേപോലെ നാഷണൽ ഇന്റഗ്രേഷൻ അച്ചീവ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഇന്ത്യന്റെ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റും എൻഹാൻസ് ചെയ്യിപ്പിക്കുക എന്തിലൂടെ? എഡ്യൂക്കേഷനിലൂടെ എന്നാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോള്. ഇത് മേജർ ആയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങള് കോമൺ എഡ്യൂക്കേഷൻ കൊണ്ടുവരാ, 10+2+3 പാറ്റേൺ, പിന്നെ 3 ലാംഗ്വേജ് ഫോർമുല, പിന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 to 14 വരെയുള്ള കുട്ടികൾക്ക്, പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ സ്റ്റാറ്റസും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ.
എല്ലാവർക്കും ബ്രേക്ക് ഉണ്ടോ? ചെറുതായി. What happened today? ഇപ്പൊ ബ്രേക്ക് ഉണ്ടോ? ഞാൻ കണക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഇല്ല എന്നാണോ? ഓക്കെ ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കേട്ടോ. അപ്പൊ നമുക്ക് തിരിച്ച് കണക്ഷൻ അങ്ങനെ തന്നെ ആക്കാം, മാറ്റി മാറ്റി കളിക്കാം. എന്തായാലും നമുക്ക് NEP കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, NEP 1986 ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? 10+2+3 സിസ്റ്റം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവരണം, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ, പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. നവോദയ വിദ്യാലയാസ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ടാക്കണം. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വൊക്കേഷണൽ സ്ട്രീംസ് കൊണ്ടുവരണം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടി എന്താക്കണം, പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോം ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ ഇത് പുതിയതാണ് കേട്ടോ, ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, ലൈക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പം? ആചാര്യ രാമമൂർത്തി കമ്മിറ്റി 1990 വരുന്നത്. 1986 NEP അതിന്റെ ഒരു പ്രോഗ്രസ് ഒക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് NEP പറയുന്ന പോലെ കോമൺ സ്കൂൾ സിസ്റ്റം കൊണ്ടുവരണം, അതേപോലെ ജെൻഡർ ഡിസ്പാരിറ്റീസ് ഗേൾസിന്റെയും ബോയ്സിന്റെയും ഇടയിൽ എഡ്യൂക്കേഷന് ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കുറക്കണം, വിമൻസ് എഡ്യൂക്കേഷനിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. പിന്നെ അതേപോലെ ഡീസെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ സെൻട്രലൈസേഷനെ ഒഴിവാക്കിയിട്ട് ഡീസെൻട്രലൈസേഷൻ നടത്തുക. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പം പഞ്ചായത്തുകളെ ആ ഒരു ലെവലിക്കുള്ളത് അങ്ങനത്തെ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റുകൾ നടപ്പാക്കുക, മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് ആക്കാതിരിക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ വരുമ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ്ങിലും അഡ്വാൻസ്ഡ് റിസർച്ചിലും ഒന്നും കൂടി യൂണിവേഴ്സിറ്റികളെ ഫോക്കസ് ചെയ്യണം എന്നും ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പുതിയ കാര്യമായിട്ടാട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ. ഇത് 1986 NEP ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. POA എന്ന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയും. 1992 വന്നിട്ടുള്ളത്. ഇതിലും ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഈ NEP ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇതിലൊക്കെ പറയുന്നത്. സോഷ്യൽ ആൻഡ് റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസുകൾ ഒഴിവാക്കണം, വിമൻസ് അതേപോലെ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനൊക്കെ കുറച്ചും കൂടി എഡ്യൂക്കേഷനിൽ അവർക്ക് ഉന്നതി ഉണ്ടാവണം. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താക്കണം, NEP നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രൈമറി ലെവലിലായിരുന്നു, ഇത് അപ്പർ പ്രൈമറി ലെവൽക്കും കൂടി കൊണ്ടുവരണം. പിന്നെ വിമൻസിന്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ് 50% ഫീമെയിൽ ടീച്ചേഴ്സ് എങ്കിലും എലിമെന്ററി ലെവലിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നു. പിന്നെ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വേണം ടെക്നിക്കൽ പ്രോഗ്രാംസിന്, പ്രൊഫഷണൽ പ്രോഗ്രാംസിന്റെ ഒക്കെ അഡ്മിഷന് വേണ്ടിയിട്ട്. ഹയർ എഡ്യൂക്കേഷനിൽ SCHEs സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഫോം ചെയ്യണം. ഇന്റർ ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂഷൻ ലിങ്കേജുകളിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ അഗെയിൻ ഡീസെൻട്രലൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റീസ് ഫോം ചെയ്യണം, ഡിസ്ട്രിക്ട് ബോർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻസ് ഫോം ചെയ്യണം, DIETs ഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ 7th 5-year പ്ലാന്റെ സമയത്ത് ആ ഒരു ഇതിന്റെ കൂടി ബേസിൽ 5 കോളേജുകളെ ഓട്ടോണമസ് കോളേജുകളാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇത് അഗെയിൻ പുതിയൊരു കമ്മിറ്റിയാണ്, നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി 1992 വരുന്നത്. ഇതിനെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്, CABE എന്ന് ഷോർട്ട് ആയിട്ട് പറയൂട്ടോ. ഇതും സെയിം ഉദ്ദേശം തന്നെ ആയിരുന്നു, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിന്റെയും ഉദ്ദേശം. ഇതിൽ ഇവർ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ ഓൾറെഡി
1992 എന്ത് വന്നിട്ടുണ്ട്, ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ വന്നിട്ടുണ്ട്. ഒന്നും കൂടി റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ കൊണ്ടുവരണം ഈ NEP ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്തുകൊണ്ട്. അതേപോലെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനും അതേപോലെ വൊക്കേഷണലൈസേഷനും ഇതിൽ ഒന്നും കൂടി ഫോക്കസ് കൊടുക്കണം എന്നും ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി പറയുന്നുണ്ട്. ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റി 1992 കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സ്പീഡ് കൂടുട്ടോ. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ 2-3 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ളതും കൂടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയണത്. അപ്പം അന്ന് ക്ലാസ്സിലില്ലാത്തവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കട്ടോ, അപ്പം പറയാം. ഇനി NEP 2020 ആണ്. അതിന്റെ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരി രംഗൻ ആയിരുന്നു. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ലെവൽസിലുള്ള റിഫോംസ് ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സൽ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, പിന്നെ കരിക്കുലം ആൻഡ് പെഡഗോജിയിൽ റോഡ് ലേണിംഗ് കുറച്ചും കൂടി എക്സ്പീരിയൻഷ്യലി ഹോളിസ്റ്റിക് ആക്കിയിട്ട് മാറ്റണം. പിന്നെ അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും കരിക്കുലറും എക്സ്ട്രാ കരിക്കുലറും ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ പാടില്ല. 6ാം ക്ലാസ് മുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്തായിരിക്കണം, മദർ ടങ്ങിലായിരിക്കണം, നമ്മുടെ ഭാഷയിലായിരിക്കണം. പിന്നെ അസസ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് ബോർഡ് എക്സാമുകൾ ഈസി ആക്കണം. പുതിയ ഒരു നാഷണൽ അസസ്മെന്റ് സെന്റർ തുടങ്ങണം പരാക്ക്. പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന 10+2 എന്നുള്ള സ്കൂൾ സിസ്റ്റത്തിനെ എന്താക്കിയിട്ട് മാറ്റണം, 5+3+3+4 സിസ്റ്റം ആക്കിയിട്ട് മാറ്റണം. ഇതാണ് 5+3+3+4 സിസ്റ്റം എന്ന് പറയുന്നത്. 5ൽ എന്തുണ്ട്, ഫസ്റ്റത്തെ 5 ഇയേഴ്സ് ആണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ 3 വർഷം അംഗൻവാടി പീരിയഡും ബാക്കി 2 വർഷം 1ാം ക്ലാസ്സും 2ാം ക്ലാസ് ആണ്. അടുത്ത 3 വർഷം പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അത് 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയാണ്. പിന്നത്തെ 3 വർഷം എന്ന് പറയുന്നത് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, അതിന് മിഡിൽ സ്റ്റേജ് എന്ന് പറയും. ലാസ്റ്റ് 4 ഇയേഴ്സ് 9 to 12 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ്. അതാണ് കേട്ടോ 5+3+3+4. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ 2035 ആകുമ്പോഴത്തിന് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 50% ആയിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മളെ 3 ഇയർ ഡിഗ്രി ഉണ്ടല്ലോ, ഡിഗ്രിയിൽ എന്താക്കണം 3 or 4 ഇയർ. 4 ഇയർ ഡിഗ്രി ആണല്ലോ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളതാണ്. ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ആ ഒരു ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. 2nd ഇയർ ആകുമ്പോൾ ഡിപ്ലോമ, 3rd ഇയർ ആകുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി, 4th ഇയർ ആകുമ്പോൾ ബാച്ചിലേഴ്സ് വിത്ത് റിസർച്ച് ആയിരിക്കും. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് തുടങ്ങണം. മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങണം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു മൊത്തം റെഗുലേറ്ററി ബോഡി ആയിട്ട് തുടങ്ങണം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം തുടങ്ങണം. ടീച്ചർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ടീച്ചർ എഡ്യൂക്കേഷനെ ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEd ഡിഗ്രി ആക്കിയിട്ട് കൊണ്ടുവരണം. മൊത്തത്തിൽ ഒരു 4 ഇയർ ഇന്റഗ്രേറ്റഡ് BEd ഡിഗ്രി 2030 കൂടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവാലുവേഷൻ സിസ്റ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ടീച്ചിങ്ങിലാണ് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇവാലുവേഷൻ സിസ്റ്റം ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇപ്പോൾ ഉള്ളത്. CBCS നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന മൊത്തത്തിൽ മാർക്ക് എന്നുള്ള സിസ്റ്റം ഒക്കെ മാറിയിട്ട് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് മാറിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇന്റർ ഡിസിപ്ലിനറിയും കൂടിയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള കോർ, ഇലക്റ്റീവ്, പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസിലെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ക്രെഡിറ്റ് സിസ്റ്റം ആണ്, സെമസ്റ്റർ സിസ്റ്റം ആണ്, ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. 10 പോയിന്റിലായിരിക്കും ഉണ്ടാവുക. അതിൽ ഓരോ സെമ്മിലും SGPA ഉണ്ടാകും. ടോട്ടൽ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് SGPA എല്ലാം ലൈക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് CGPAയും ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇതാണ് NEP. NEPയിൽ പുതിയതായിട്ട് നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത് ജനാർദ്ദൻ റെഡ്ഡി കമ്മിറ്റിയും പിന്നെ ആചാര്യ രാമമൂർത്തി കമ്മിറ്റിയാണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, നവോദയ വിദ്യാലയാസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, അതായത് റൂറൽ പുവർ സ്റ്റുഡൻസിന് നവോദയ വിദ്യാലയാസ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞു എല്ലാ ഡിസ്ട്രിക്റ്റിലും നവോദയ വിദ്യാലയാസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഏത് NEPന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു? NEP അല്ലാത്ത ഓപ്ഷനും ഉണ്ട്. നമ്മൾ NEP പഠിച്ചതുകൊണ്ട് നമുക്ക് അറിയണം ഏതായിരുന്നു.
എ ഉണ്ട്, ഇടയില് ഡി ഉണ്ട്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 90/50 അങ്ങനത്തെ ഒരു കമ്മീഷൻ ഉണ്ടോ? എ ആണ് കേട്ടോ ആൻസർ. NEP 1986 എന്താക്കുന്നത്, നവോദയ വിദ്യാലയാസ് റൂറൽ പുവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തുടങ്ങണം എന്ന് പറയുന്നത്. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി അതൊരു എന്താ പറയാ കമ്മിറ്റി ആണ് കേട്ടോ. ലൈക്ക് ഇത് രാജീവ് ഗാന്ധിന്റെ കാലത്തല്ലേ മാം? 1986 ആ അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. 2024 നമ്മളെ GDPന്റെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്ന് പറയുന്നു. പിന്നെ ബിയിൽ പറയുന്നത് എഡ്യൂക്കേഷൻ സെസ് സെൻട്രൽ ഗവൺമെന്റിക്കാണ് പോണത് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞാല് നമ്മള് ടാക്സ് അടക്കല്ലോ, ടാക്സ് അടക്കുന്നതിന്റെ കുറച്ച് പോർഷൻ നമ്മള് എഡ്യൂക്കേഷനിക്ക് പോകുന്നുണ്ട്. അതാണ് കേട്ടോ. അത് എങ്ങോട്ടാണ് പോണത്? സെൻട്രൽ ഗവൺമെന്റിക്കാണ് പോണത് എന്നാണ് പറയുന്നത്. പിന്നെ സിയിൽ പറയുന്നത് കർണാടക ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി കമ്മീഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ 4% സെസ് ആണ് കേട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഡിയിൽ പറയുന്നത് എഡ്യൂക്കേഷൻ സെൻട്രൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഏത് ലിസ്റ്റിലുള്ളതാണ് എന്നുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് നമ്മളെ PDE റിലേറ്റഡ് ആണ്. SDG 4 എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. SDGs ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? എ ഉണ്ട്, ബി ഉണ്ട്. ഒന്നൊന്ന് ഇരുത്തി ആലോചിച്ചോട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ ഇതിപ്പം ഇതിലെ ഓരോ പോയിന്റ്സും ചിലപ്പോൾ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആയിക്കൊള്ളണം എന്നില്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഒന്ന് ആലോചിക്കുക. അപ്പം അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചതൊക്കെ വെച്ചിട്ട്. സി ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എ ആണ് കേട്ടോ ആൻസർ. ഗവൺമെന്റ് നമ്മളെ 6% എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതുവരെ ആ ഒരു ടാർഗറ്റിൽ എത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ എ തെറ്റാണ്. പിന്നെ എഡ്യൂക്കേഷൻ സെസ് പോണത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് തന്നെയാണ്. യെസ്. പിന്നെ ബി കറക്റ്റ് ആണ്. അപ്പോ സിയും കറക്റ്റ് ആണ്. കർണാടക ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി കമ്മീഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഡി എന്തുകൊണ്ടാണ് തെറ്റ്? എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ ഉള്ളത്, അല്ലാതെ സെൻട്രൽ ലിസ്റ്റിലല്ല. എഡ്യൂക്കേഷൻ ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് കൺകറന്റ് ലിസ്റ്റ് ആണ്. പിന്നെ SDG 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലേ SDG 4-ൻ്റെത്. അപ്പൊ അത് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CBCS റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെ ഇവാലുവേഷൻ സിസ്റ്റത്തിലെ CBCS സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത്. അതും നമുക്ക് കുറച്ചൊക്കെ നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്താലേ കിട്ടാവുന്നതേ ഉള്ളൂ. CBCS നെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എയിൽ എന്താണ് പറയുന്നത്? ലേണേഴ്സിന്റെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടും. ബിയിൽ പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ലേണേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ,
അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. കാരണം അവരുടെ ലൈക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലല്ലോ CBCS-ലുള്ളത്. പിന്നെ സിയിൽ പറയുന്നത് ക്വാളിറ്റി, എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയും എക്സലൻസും ഇംപ്രൂവ് ചെയ്യും. ഡിയിൽ പറയുന്നത് ലേണേഴ്സിന്റെ സ്കോളസ്റ്റിക് എബിലിറ്റീസ്, അതായത് അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ അവരുടെ ആസ്പിറേഷൻസ് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും തമ്മിൽ ഒരു കോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. സി, ഇടയ്ക്ക് ഡി ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സി ആണല്ലേ ആൻസർ. ഇതിൽ എയും ബിയും സിയും ഡിയും ഉണ്ട് കേട്ടോ. ചിലവര് ഡി പറഞ്ഞിട്ടുണ്ട്, ഡിയില് ഡി ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് CBCS എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടല്ലോ. അപ്പം ആ ഒരു കുട്ടിക്ക്, ഒരു ലേണർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ പേപ്പറുകൾ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇതില്. അതാണ് കേട്ടോ അവരുടെ സ്കോളസ്റ്റിക് ആയിട്ടുള്ള എബിലിറ്റീസും ആസ്പിറേഷൻസും തമ്മിലൊരു കോമ്പാറ്റബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ലൈക്ക് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരു വിഷയത്തിന് ആ ഒരു വിഷയം മാത്രം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പം ചിലപ്പം അവരുടെ എബിലിറ്റീസുമായിട്ട് അത് മാച്ച് ആയിട്ട് പോയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് മാച്ച് ആയി പോയിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണല്ലോ. അപ്പൊ ഇത് 4ഉം CBCS-ന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. NEP-ന്ന് കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു കേട്ടോ December 24-ല്. പക്ഷെ നമ്മള് ജൂണില് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. NEP 2020 ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റത്തേൽ പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ബിയിൽ പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. സിയിൽ പറയുന്നത് മൾട്ടി ആൻഡ് ഇന്റർ ഡിസിപ്ലിനാരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു. ഡിയിൽ പറയുന്നത് പ്രൈവറ്റൈസേഷൻ ആൻഡ് ഫിലാന്ത്രോപിക് പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യുന്നു. പ്രൈവറ്റൈസേഷൻ നമുക്കറിയാലോ അല്ലെ, അതായത് ഗവൺമെന്റിന് കീഴിൽ മാത്രമാക്കാതെ എഡ്യൂക്കേഷന് പ്രൈവറ്റ് ഏജൻസികളോ അവർക്കും കൂടിയും അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഫിലാന്ത്രോപിക് എന്ന് പറഞ്ഞാല് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ചാരിറ്റി ലെവലില്, അങ്ങനെ അവരും എഡ്യൂക്കേഷന്റെ ഭാഗമാവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം പ്രൈവറ്റ് ഏജൻസീസ് എന്ന് പറയുമ്പം അവർ നോൺ പ്രോഫിറ്റ് ആയിരിക്കില്ലല്ലോ, ഫോർ പ്രോഫിറ്റ് ആയിരിക്കും മെജോറിറ്റിയും. അങ്ങനത്തെ ഫോർ പ്രോഫിറ്റ് അല്ലാത്ത നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ളതാണ് ഫിലാന്ത്രോപിക് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാരും എ ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ എൻ ആണ് കേട്ടോ ആൻസർ. ഇതിൽ എന്ത് വരൂല, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം NEP-യിൽ പറയുന്നില്ല. ബാക്കി മൾട്ടിപ്പിൾ എൻട്രി, മൾട്ടിപ്പിൾ എക്സിറ്റ് നമ്മൾ 4-year ഡിഗ്രിന്റെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. മൾട്ടി ആൻഡ് ഇന്റർ ഡിസിപ്ലിനാരിറ്റി അതിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഫിലാന്ത്രോപിക് പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷനും ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കൂട്ടുക, പിന്നെ അതിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് NEP-യിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? ഇന്ന് നമ്മൾ NEP-യും 5-year പ്ലാൻസും പിന്നെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ നമ്മളെ ബോഡീസും റെഗുലേറ്ററി ബോഡീസും പിന്നെ അതേപോലെ പ്രോഗ്രാംസ് റിലേറ്റ് ചെയ്ത് അതൊക്കെ കുറച്ച് വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഇല്ല. എഡ്യൂക്കേഷണൽ ബോഡീസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ December 24-ന്റെ ഒരു പ്രത്യേകത, യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിന്റെ ക്രോണോളജിയും അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാനുണ്ട്. അതിൽ ആ ഒരു ഏരിയയിലാണ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഏതെങ്കിലും പോർഷന് പറയണം എന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഇപ്പൊ അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം.
ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്പിലുണ്ടാവില്ലേ മാം? ഓ കാറ്റഗറൈസ്ഡിലും പിന്നെ പ്രീവിയസ് ഇയറിലും PYQലും ഒക്കെ ഉണ്ടാവും കേട്ടോ. മാം 32 ഒന്ന് ആൻസർ കാണിക്കോ? ഏ 32 അതിന്റെ ആൻസർ. ഓക്കെ ഓക്കെ, എ ആണ് കേട്ടോ ആൻസർ. ക്രോണോളജിക്കൽ ഓർഡർ കുറെ ഉണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെ പഠിക്കാം, ഇടയ്ക്കിടയ്ക്ക് വായിക്കണ പോലത്തെ. അങ്ങനെ അങ്ങനെ അതിന് കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പഠിക്കണത്ര പന്തിയല്ല. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ടല്ലോ. പിന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സസ് കേൾക്കും, പിന്നെ PYQs ചെയ്യാം, അങ്ങനെ തന്നെ ഇങ്ങനെ പഠിക്കട്ടോ, അതതിനൊരു മാർക്കുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ഏതാണ്? കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ആണോ PPT കാണിക്കാൻ പറഞ്ഞേ? ഓക്കെ, നോക്കിയോളൂ കേട്ടോ. ക്ലാസ് കഴിഞ്ഞു, ലീവ് ചെയ്യാട്ടോ. ആവശ്യമുള്ളവർ മാത്രം നിന്നാൽ മതി, ബാക്കിയുള്ളവർക്കെല്ലാം ലീവ് ചെയ്യാം. അത് സർവശിക്ഷാ അഭിയാനൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കേട്ടോ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ടുള്ള. ആ ഏരിയ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. പ്രൈമറി എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് SSA എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സ്ലൈഡ് ചോദിച്ചവർക്ക് ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്, PPT കിട്ടും, ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ അവൈലബിൾ ആക്കും കേട്ടോ. PPT ഇനി റിവൈസ് ചെയ്യാനല്ലേ, അപ്പം ഇല്ല, ആപ്പില് ഇപ്പോ ഇല്ല. ഓ, എല്ലാവർക്കും കിട്ടാൻ മതിയാവും, കാരണം ഫ്രീസർ റൂം എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ. അതേതാണ് ഈ സ്കൂൾ കമ്മിറ്റി? ഓ, സഹു കമ്മിറ്റി. ഇതിന്റെ ഇയർ എവിടെയും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇയർ ആഡ് ചെയ്യാഞ്ഞത്. PPT അവൈലബിൾ ആക്കും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. PPTയിലല്ല, അത് അപ്പൊ പറയാം, ഇപ്പൊ തന്നെ പറയണില്ല.
ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോ എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്.